ഗുഡ് ഈവനിങ്. മൈൻഡ് വാച്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കുടുംബവും വ്യക്തിവൈകല്യവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ചർച്ചയ്ക്ക് നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗിരീഷാണ്. മാനസികാരോഗ്യത്തെ സംബന്ധിക്കുന്ന പ്രേക്ഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും അതിന് പരിഹാരം നിർദ്ദേശിക്കുവാനും കൗൺസിലിംഗ് നൽകുവാനുമാണ് അദ്ദേഹം നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹവുമായി സംസാരിക്കാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. ഡോക്ടർ, കുടുംബവും വ്യക്തിവൈകല്യവും, അതായത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറും ഫാമിലിയും ആയിട്ടുള്ള റിലേഷൻ ബേസിക്കലി എങ്ങനെയാണ് രണ്ടും കൂടെ ലിങ്ക് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു വളരെയധികം പ്രായോഗികമായിട്ടുള്ള പ്രസക്തിയുള്ളൊരു വിഷയമാണ് വ്യക്തിത്വ വൈകല്യം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡറും കുടുംബവും എന്നുള്ളത്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്നത് ഈ മാനസിക അനാരോഗ്യ വർഗീകരണത്തിൽ വളരെ പ്രബലമായ ഒരു ഗ്രൂപ്പാണ് വ്യക്തിത്വ വൈകല്യം അഥവാ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. പക്ഷേ തീവ്ര മനോരോഗങ്ങൾ അല്ലെങ്കിൽ ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സാധാരണക്കാർ മനസ്സിലാക്കുക എന്നതിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി പ്രയാസമുള്ള ഒരു ഗ്രൂപ്പാണ് വ്യക്തിത്വ വൈകല്യം. ഈ വ്യക്തിത്വ വൈകല്യത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഒരാളിന് വ്യക്തിത്വ വൈകല്യം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ തന്നെ വളരെ പ്രയാസമാണ്. രണ്ടാമത്തെ കാര്യം, വ്യക്തിത്വ വൈകല്യം ഉള്ള വ്യക്തികൾ സ്വയം മാറാൻ ഒരിക്കലും സന്നദ്ധരാവില്ല. അല്ല, മറിച്ച് അവർ ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത് ആ സമൂഹത്തെ മാറ്റിയെടുക്കാനായിരിക്കും അവർ തീർച്ചയായിട്ടും ശ്രമിക്കുക. അത് വ്യക്തിത്വ വൈകല്യത്തിൻ്റെ ഒരു ഡിഫൈനിങ് ആയിട്ടുള്ള, അതിനെ നിർവചിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ട്രൈങ് ടു ചേഞ്ച് ദ സോഷ്യൽ സിസ്റ്റം. അതിൻ്റെ ഭാഗമാണ് അത് മാറ്റാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും വ്യക്തിത്വ വൈകല്യം ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന ക്രൈറ്റീരിയൻ തന്നെ പെക്യൂലിയർ എബിലിറ്റി ടു ഗെറ്റ് അണ്ടർ ഓൺ സ്കിൻ എന്ന് പറയും. ഒന്ന് മറ്റൊരാളിനെ പറ്റിക്കുവാൻ, മറ്റൊരാളെ കബളിപ്പിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവും വ്യക്തിത്വ വൈകല്യത്തിൻ്റെ ഒരു പ്രധാന ഫാക്ടറാണെന്ന് പറയാറുണ്ട്. ഞാനിതൊക്കെ പറയാൻ കാരണം, ഈ ഇത്തരം പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ ഒരു മാനസികാരോഗ്യ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ അവരുടെ കുടുംബത്തിൽ ജീവിക്കുന്ന അവസ്ഥയിൽ കുടുംബത്തിലെ മറ്റംഗങ്ങൾ ഇവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ കുടുംബാംഗങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നതിൻ്റെ ഫലമായി ഇവർക്കെതിരെ പ്രയോഗിക്കുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും വ്യക്തിത്വ വൈകല്യം അനുഭവിക്കുന്ന വ്യക്തിയുടെ മാനസിക അനാരോഗ്യത്തെ എത്ര കണ്ട് തീവ്രമായും തീക്ഷ്ണമായും ബുദ്ധിമുട്ടിലാക്കുന്നുവോ അതുപോലെ തന്നെ ആ കുടുംബത്തിലെ വ്യക്തിത്വ വൈകല്യം ഇല്ലാത്ത ആൾക്കാരെയും പ്രതികൂലമായിട്ട് ബാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു രണ്ട് പേരും പരസ്പരം നെഗറ്റീവായിട്ട് ബാധിക്കുന്നതിൻ്റെ ഫലമായി വ്യക്തിത്വ വൈകല്യമുള്ള ആളുടെ പ്രശ്നങ്ങൾ, ഡിസ്ഫങ്ഷൻസ്, കുഴപ്പങ്ങൾ കൂടുന്നു, കുടുംബങ്ങൾ അനുഭവിക്കുന്ന കുഴപ്പങ്ങൾ കൂടുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരെ ചികിത്സിക്കുന്ന എന്നെ പോലുള്ള ആൾക്കാർക്കാണെങ്കിൽ പലപ്പോഴും ഇത് രണ്ടും അനുഭവിക്കുമ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകാൻ വല്ലാത്ത വെല്ലുവിളി അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ഭംഗിയായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇങ്ങനെ വ്യക്തിത്വ വൈകല്യമുള്ള ഒരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അത്തരം കുടുംബാംഗങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഈ വ്യക്തിത്വ വൈകല്യങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഒരുപാട് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഒരുപാട് ഡിസ്ഫങ്ഷൻസ്, ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതുമായ ഒരു വ്യക്തിത്വ വൈകല്യത്തിന് വിളിക്കുന്നതാണ് നമ്മൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതായിട്ടുള്ളൊരു വാക്കാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പോൾ അത് അങ്ങനെ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി, ഒരു കുടുംബം, അത് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടപ്പോൾ വളരെ സവിശേഷമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കണ്ടു. അപ്പം അതുകൊണ്ടാണ് ഇന്ന് സ്വാതി പറഞ്ഞപ്പോൾ ഇത് എന്നെ ചർച്ച ചെയ്യുന്നത് നന്നാവും എന്ന് എക്സാക്ട്ലി എൻ്റെ മനസ്സിൽ തോന്നിയത്. അപ്പം അത് ഒരു 12ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിയാണ്. പഠിക്കാനൊക്കെ വളരെ വളരെ മിടുക്കിയായിരുന്നു. കവിത നല്ലവണ്ണം കവിത എഴുതും, ഒരുപാട് ഭാവനയൊക്കെ ഉള്ള, വളരെ ഫാൻറ്റസിയൊക്കെ ഉള്ള, ഒത്തിരി മിടുക്കുള്ളൊരു കുട്ടിയാണ്. സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആരും ഇവിടെ ഈ കുട്ടി വളരെ കൂടുതൽ ആഗ്രഹിക്കുന്നൊരു കുട്ടി. അച്ഛനും അമ്മയും ഒക്കെ വീട്ടിലുണ്ട്, ഒരു കൊച്ചംഗം കൂടിയും വീട്ടിലുണ്ട്. അച്ഛനും ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ, അമ്മ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്ന ഹോം മാനേജർ. അപ്പോൾ ഈ കുട്ടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത്, സ്കൂളിൽ പോകുന്നു, മറ്റു ഗ്രൂപ്പുകളുമായി ചേർന്ന് മദ്യപിച്ചു, പെൺകുട്ടിയാണ്. പിന്നെ മാനസിക അനാരോഗ്യം ചികിത്സിക്കാനുള്ള മരുന്നുകൾ പ്രത്യേകിച്ച് പ്രിസ്ക്രിപ്ഷനൊന്നും ഇല്ലാതെ അനാവശ്യമായിട്ട് ദുരുപയോഗം ചെയ്യുന്നു, അബ്യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ.
പിന്നെ ഒരുപക്ഷെ അതിർത്തികൾ, അപകടമില്ലായ്മ എന്നുള്ള അതിർത്തി ഇല്ലാത്ത വിധത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് ഉണ്ടാക്കുന്നു എന്നുള്ള പ്രശ്നങ്ങൾ. വീട്ടിലാണെങ്കിലും വല്ലാതെ ബഹളം ഉണ്ടാക്കുന്നു. ഒരുപക്ഷെ അമ്മയ്ക്കൊക്കെ തന്നെ സഹിക്കാൻ പറ്റാത്തക്കാളും വളരെ കൂടുതൽ ഈ പ്രഷർ ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോകുന്നു. അങ്ങനെയൊക്കെ വല്ലാത്ത പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് പിന്നെ ഇത് എത്ര തന്നെ നിയന്ത്രിച്ചാലും കൊച്ചു കൊച്ചു കള്ളങ്ങൾ കാണിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ കുട്ടി എന്നോട് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ട് ഒരുപക്ഷെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന മാനസികാരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യത്തെ ചികിത്സിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു സൈക്കോതെറാപ്യൂട്ടിക് പ്രൊസീജിയറാണ് ഡയലക്ട്രിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന് വിളിക്കുന്ന ഒരു ചികിത്സാ മാർഗം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഈ കുട്ടിയോട് ഒരുപാട് വിശദമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ സംസാരിക്കപ്പെടുന്ന വിഷയങ്ങൾ എന്താണെന്ന് വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഒരു ജിജ്ഞാസ, കാരണം അവർ ചോദിച്ച് മനസ്സിലാക്കുന്നു. അവരോട് ഉപയോഗിച്ച് കുട്ടി കള്ളം പറയുന്നു. അല്ലെങ്കിൽ രക്ഷിതാക്കൾ വീണ്ടും പറയുന്നു, അച്ഛനേക്കാളും കൂടുതൽ നീ ഡോക്ടറോട് എല്ലാം തുറന്നു പറയേണ്ടതുണ്ടോ? അങ്ങനെ അവരുണ്ടാക്കുന്ന കൺഫ്യൂഷനൊക്കെ അനുഭവിച്ചിരിക്കുന്നെങ്കിലും ഇതൊക്കെ ഒന്ന് ഈ ചികിത്സയുടെ ഫലമായിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് സ്ഥിരമായിട്ടൊന്ന് സ്കൂളിൽ പോവുക, അത്യാവശ്യം വീട്ടിൽ നിന്ന് പഠിക്കുക, വീട്ടിൽ കാണിക്കുന്ന വൈകാരികമായ പൊട്ടിത്തെറികൾ ഒന്ന് കുറഞ്ഞു നിൽക്കുക, അപകടകരമായ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമോ അതിർത്തി വിട്ട വ്യക്തിബന്ധങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കുക. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി നിൽക്കുന്ന ഒരു സമയത്താണ് പിന്നെ ഈ അച്ഛനും അമ്മയും തമ്മിൽ തന്നെ ഒരു യുദ്ധം ഉണ്ടാകും. ആ കോൺഫ്ലിക്റ്റ് വളരെ ഭീകരമാകുമ്പോൾ അച്ഛൻ കൊണ്ടുവരേണ്ടെന്ന് ഭാഗത്തും അമ്മ കൊണ്ടുവന്നേ പറ്റുമെന്നും പിന്നെ ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള ശീതസമരത്തിൻ്റെ ഫലമായിട്ട് രണ്ടുപേർക്കും ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാതെ പെട്ടുപോകുന്നൊരവസ്ഥ അങ്ങനെ കുറേ കാലം കൊണ്ട് ചികിത്സയ്ക്ക് കാണാതിരിക്കുക. അങ്ങനെ ഇരുന്ന ശേഷമാണ് പൊടുന്നനെ ഒരു അപ്പോയിൻമെൻറ്റ് വേണം, എക്സാക്ട്ലി വിളിച്ച് പറയുന്നു, എന്നിട്ട് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവരും. അപ്പോൾ ഈ കൊണ്ടുവന്നു അച്ഛനും അമ്മയും ഒക്കെ ആദ്യം എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും തന്നെ വീണ്ടും, കാരണം ഒട്ടും സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ ഈ പിണക്കത്തിനപ്പുറം ഇവർ ഒരുമിച്ചു. കാരണം രണ്ടുപേർക്കും ഒന്നുപോലെ പ്രശ്നമായപ്പോൾ ഇനിയിപ്പോൾ പിണങ്ങിയിരുന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാളും ഗുരുതരാവസ്ഥയാവും എന്ന് കണ്ട് രണ്ടുപേരും ഒരുമിച്ച് യോജിച്ച ശേഷം രണ്ടുപേരും കൂടി ഈ കുട്ടിയെ കൊണ്ടുവരിക. അപ്പോൾ കാരണം ഈ അടുത്ത കാലത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ എന്നിട്ട് ഈ അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും അപ്പോൾ വളരെ നന്നായിരുന്നു. പക്ഷേ അടുത്ത കാലത്ത് കുറേ പ്രശ്നങ്ങളായി. അപ്പോൾ ഒട്ടും നിവൃത്തിലായപ്പോഴും വീണ്ടും ഡോക്ടറെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് എന്നാണ് എന്നോട് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറ്റി? അല്ല, അത് കാരണം എന്ന് പറഞ്ഞാൽ സാറിനെ കണ്ട ശേഷം കാര്യങ്ങളൊക്കെ ബെറ്ററായി, സ്കൂളിലൊക്കെ പ്രോപ്പറായിട്ട് പോകുന്നു, ഒരുവിധം വീട്ടിൽ പഠിക്കുന്നു, വേറെ ഇങ്ങനെ ചുറ്റിക്കളിയൊന്നും ഇല്ല എന്ന തോന്നലാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് കുറേ പ്രശ്നങ്ങളായി. അപ്പോൾ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടായത് പറഞ്ഞു. ഒന്ന്, ഈ അടുത്ത കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക എന്ന് പറയുമ്പോൾ അത് എവിടെയാണെന്നൊരു പിടുത്തമില്ല. ഇറങ്ങിപ്പോയിട്ട് ആ ദിവസം വന്ന അവസരത്തിൽ നോക്കിയപ്പോൾ തുണിയെ കുറേ നനഞ്ഞിരിക്കുന്നു. ചോദിച്ചപ്പോൾ കടലിലേക്ക് പോയി, കടലിലെ ബീച്ചിൽ പോയിരുന്നു. കടലിൽ പിന്നെ ചാടി മരിച്ചാൽ എന്താണെന്ന് തോന്നി. അപ്പോൾ വീട്ടുകാർ ചോദിച്ചു എവിടെ പോയി? അത് ഇന്ന കടൽ ബീച്ചിലാണ് പോയത്. അപ്പോൾ ആ ബീച്ച് വളരെ അപകടമാണെന്നുള്ളൂ, ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് വളരെ വൈകിയാണ് വന്നത്. അടുത്ത ദിവസവും ഇതുപോലെ വളരെ താമസിച്ചു. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ താമസിച്ചു ചോദിക്കുന്ന അവസരത്തിൽ അത് ഞാൻ പോയിട്ട് പിന്നെ സിറ്റി മുഴുവൻ ഒന്ന് കറങ്ങി. ഒറ്റയ്ക്കാണ് സിറ്റി മുഴുവൻ ഒന്ന് കറങ്ങി. എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അയാളെ കിട്ടിയില്ല. മാത്രമല്ല ആ സമയം ഇപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ചാർജ് തീർന്നു പോയി, പിന്നെ കണക്ഷനൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാനെല്ലാം കറങ്ങിയ ശേഷം പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കുറേ സമയം ഞാൻ പോയിരുന്നു. എന്നിട്ട് എവിടെയെങ്കിലും ട്രെയിൻ കയറി പോയാലെന്താണെന്ന് വിചാരിച്ചു. വീണ്ടും കാശൊന്നുമില്ല. വീണ്ടും ഒത്തിരി ഇങ്ങനെ നടന്നു. പിന്നെ കോയിൻ ബോക്സ് ഇട്ട് വിളിക്കാൻ പറ്റുന്ന മൊബൈൽ പിന്നെ പോയിന്റുകൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫോൺ പോയിന്റ് കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ ശേഷം തിരിച്ചെത്തി. അപ്പോൾ ഇത് 2 ഇൻസിഡൻറ്റ്. വേറൊരു ഇൻസിഡൻറ്റ് വീട്ടുകാർ എന്ന് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഇങ്ങനെ മുറിയിൽ നിന്നും തിരിച്ച് ഇറങ്ങി വരുന്ന അവസരത്തിൽ വായ്ക്കുള്ളിൽ നിന്നും ഭയങ്കരമായ സിഗരറ്റിൻ്റെ മണം കിട്ടി. പിന്നെ വീണ്ടും ബാത്റൂമിൽ പോയിട്ട് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കഴുകിയ ശേഷം വായ്ക്കകത്ത് പെർഫ്യൂമൊക്കെ അടിച്ചിട്ടാണ് തിരിച്ചു വന്നത്. പിന്നെ ഒരു പെർഫ്യൂമിൻ്റെ മണം കിട്ടുന്നു. പിന്നെ പലപ്പോഴും മദ്യപിച്ചിങ്ങനെ മയങ്ങി നടക്കുന്നതായിട്ട്, സ്വബോധമില്ലാതെ നടക്കുന്നതായിട്ട് തോന്നുന്നു. പിന്നെ ഉണ്ടായ പ്രശ്നം
കുട്ടി നടന്നു പോകുമ്പോൾ തന്നെ പിന്നിൽ നിന്നും ആരോ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നുന്നതായിട്ടും വല്ലാതെ ഭയം തോന്നുന്നതായിട്ടും ഈ കുട്ടി തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം. പിന്നെ അമ്മയോട് ഭയങ്കര ദേഷ്യം കാണിക്കുന്നു, ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന മറ്റു പ്രശ്നങ്ങൾ വേറെ ഭാഗം. പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകുന്നത്, പഴയതിനേക്കാളും കുറച്ചുകൂടി ഭീകരാവസ്ഥയിലേക്ക് നീങ്ങുന്നർത്ഥം. പിന്നെ മുറി എപ്പോഴും അടച്ചിരിക്കുന്നു, മൊബൈലിൽ കൂടി ചാറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അച്ഛൻ വളരെ രഹസ്യമായിട്ട് ഉറങ്ങിയ ശേഷം മൊബൈൽ നോക്കിയ അവസരത്തിൽ ഒരു പരിചയമുള്ള ചെക്കനുമായി ഒരു സെക്സ് ചാറ്റ് നടത്തുന്നതിൻ്റെ ഒരു പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്നോട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിധത്തിൽ എല്ലാം കൊണ്ടും മുൻപുണ്ടായിരുന്നേക്കാളും വളരെ മോശമായൊരവസ്ഥയായതുകൊണ്ടാണ് എന്നോട് കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഇതെല്ലാം കേട്ടു. എന്നിട്ടപ്പോൾ വീട്ടുകാർ പറഞ്ഞു, ഇതുകൊണ്ട് എന്താ സാർ എന്താ ഗുണമുണ്ടാവുക, നമ്മൾ ഒത്തിരി നോക്കിയിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു റെഗുലർ ഫോളോ അപ്പിൻ്റെ ആവശ്യകത. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് പെട്ടെന്ന് മാറുന്നതല്ല, നീണ്ട സമയമെടുക്കും. സാവധാനം അതിൻ്റെ തീവ്രത കുറച്ച് കൊണ്ടുവരിക, എന്നിട്ടേ അത് മാറത്തുള്ളൂ. പിന്നെ സപ്പോർട്ട് സിസ്റ്റം നൽകേണ്ട അത്യാവശ്യമാണ്. വീട്ടുകാർ കുട്ടിയുടെ ശരിക്കുള്ള പ്രശ്നങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സപ്പോർട്ട് നൽകേണ്ടത് അത്യാവശ്യമാണ്. വീട്ടിൽ അടിയും വഴക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അവസ്ഥ കൂടുകയുള്ളൂ. ഇപ്പം ഇങ്ങനെയുള്ള സാധാരണ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധം പരമാവധി പറയുകയായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും ഇവരിങ്ങനെ വളരെ അസ്വസ്ഥരായി. അപ്പം ഞാൻ അവരെ മാറ്റിയെടുത്ത ശേഷം ഈ കുട്ടിയെ വിളിച്ചു. കുട്ടിയെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം ഇവളുടെ ക്ലാസ്സിൽ പഠിച്ച കുറച്ചൊരു വില്ലൻ സ്വഭാവമുള്ള മറ്റൊരു പെൺകുട്ടിയുണ്ട്. കോളറുണ്ട്, അബുദാബിയിൽ നിന്നാണ് നമുക്ക് കോളർ ഉള്ളത്. ഹലോ ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ 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 പറയൂ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, സക്കീറാണ്. പറഞ്ഞോളൂ റഹീം, പറയൂ. കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. ടിവിയുടെ വോളിയം കുറച്ചിട്ട ശേഷം ഡോക്ടറോട്. ഓക്കെ. പിന്നെ എനിക്ക് എന്ത് പറഞ്ഞാലും ദേഷ്യം പെട്ടെന്ന് കയറുന്നുണ്ട്. ആർക്കാ? റഹീമിനോ? എനിക്കാണ് ദേഷ്യം വരുന്നത്. എന്ത് പറഞ്ഞാലും ഭാര്യനോട് കുറച്ച് ദേഷ്യം വരും ഇടയ്ക്കിടയ്ക്ക്. നാട്ടിലേക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ദേഷ്യം വരിക, എന്തെങ്കിലും പറഞ്ഞ എനിക്ക് ദേഷ്യം പെട്ടെന്ന് കയറുകയാണ്. എന്താ അറിയില്ല. മുൻപ് വീട്ടിൽ നിന്നപ്പോഴങ്ങനെയാണോ? നാട്ടിൽ നിന്നപ്പോഴും മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. നാട്ടിൽ വെച്ചും അങ്ങനെയാന്ന്? വീട്ടില് പ്രശ്നങ്ങളൊക്കെ പലതും ഉണ്ടാക്കും. വാപ്പ ഉമ്മ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വീട്ടിൽ വെച്ച് പ്രശ്നക്കാരനാണ്. ഇപ്പൊ അങ്ങനെ പുറത്ത് പോയിട്ടും ഫോൺ ചെയ്യുമ്പോ ഭയങ്കര ദേഷ്യം ഉണ്ടാവും. ഞാൻ 10-12 വർഷമായി വിദേശത്താണ് ജോലി ചെയ്യണേ. ഇപ്പോഴും കുറെ ഇതേമാതിരിയുള്ള വിഷയങ്ങൾ തന്നെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതെ. അപ്പൊ ഈ ദേഷ്യം ഉണ്ടായ ശേഷം അതിന്റെ ഫലമായിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിക്കാറുണ്ടോ? സാധനങ്ങൾ വല്ലതും തല്ലുക? ആദ്യം ഉണ്ടായിരുന്നു, ഒരു 2-3 വർഷം മുമ്പ് ഉണ്ടായിരുന്നു പ്രശ്നങ്ങള്. അല്ല, ഞാൻ പറയുന്നത് സാധനങ്ങൾ തല്ലുകയോ അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരെ തല്ലുകയോ വീട്ടുകാരെ തല്ലുകയോ അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വീട്ടുകാരെ ശല്യം ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല. ചിലപ്പോ കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് എറിഞ്ഞുടക്കും, ഇതൊക്കെ ചെയ്യും. ഓക്കെ. അപ്പോൾ പിന്നെ ദേഷ്യത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 2 കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാനുണ്ട്. ഒന്ന്, ഇപ്പോൾ നമുക്ക് ചില വ്യക്തികൾക്ക് വളരെ കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പിരിമുറുക്കം ഉണ്ടാകുന്ന ജീവിത അനുഭവങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടാവാം. അല്ലെങ്കിൽ ചില വ്യക്തികളുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി തന്നെ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും അത് ഉൾക്കൊള്ളുവാനോ അതിനെ തരണം ചെയ്യുവാനോ പറ്റാത്ത വിധം പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു പോകുന്ന വിധത്തിലുള്ള തൊട്ടാവാടി വ്യക്തിത്വങ്ങൾ എന്ന് വിളിക്കുന്ന പെട്ടെന്ന് വളരെ സെൻസിറ്റീവായുള്ള പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരുണ്ടാവാം. അങ്ങനെ പിരിമുറുക്കവുമായി ബന്ധപ്പെട്ട് സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട് സ്ട്രെസ് റെസ്പോൺസായി സ്ട്രെസ് റിയാക്ഷനായി സാധാരണ ഇത്തരം ആൾക്കാരുടെ ദേഷ്യം കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, പ്രത്യേകിച്ച് നമുക്ക് ചില സമയങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഒത്തിരി ജോലിഭാരം, കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, മനസ്സിൽ വ്യത്യസ്തമായ സംഘർഷങ്ങൾ, ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, ചില പ്രതിസന്ധികൾ മറുഭാഗത്ത് വരുന്നു. അപ്പോൾ ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ ഇതിനൊക്കെ പരിമിതമായ സമയത്തിനുള്ളിൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന അർത്ഥത്തിൽ സ്ട്രെസ്സ് കാരണം അല്ലെങ്കിൽ പിന്നെ പിരിമുറുക്കം കാരണം ദേഷ്യം ഉണ്ടാകുന്നതാണ് ഒരു ഗ്രൂപ്പ് ആൾക്കാർ. രണ്ടാമത്തത്, ചില ആൾക്കാർക്ക് ഈ ഒരു ഡിസോർഡേഴ്സ് ഓഫ് ഇമോഷൻ എന്ന് വിളിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകാരികമായ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന മാനസിക പ്രശ്നങ്ങൾ. ഇപ്പം ഡിസോർഡർ ഓഫ് അബ്നോർമൽ എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ, ചില വ്യക്തികളുടെ ഇമോഷൻ്റെ എക്സ്പ്രഷൻ, ഈ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നത് തന്നെ അബ്നോർമലായിരിക്കും, അസാധാരണമായിരിക്കും. അങ്ങനെയുള്ള വ്യക്തിത്വ വൈകല്യമുള്ള വ്യക്തികളും ഉണ്ടാവാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഇമ്പൾസുകൾ, അവർക്കുണ്ടാകുന്ന ചില പെട്ടെന്നുണ്ടാകുന്ന ചില എന്താ പറയുക
ആവേഗങ്ങൾ അതിനെ തരണം ചെയ്യുവാനോ നിയന്ത്രിക്കുവാനോ സാധിക്കാതെ പൊട്ടിത്തെറിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. ഈ പറഞ്ഞതിൽ ഒരു ഗ്രൂപ്പിലായിരിക്കും ഈ വിളിക്കുന്ന സുഹൃത്തും ഉൾപ്പെട്ടത്. അപ്പോൾ ഇതിലേതാണെന്ന് തോന്നാറുണ്ടോ? നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പിരിമുറുക്കങ്ങളും അനുഭവിക്കുന്ന ആളാണോ? അങ്ങനെ പ്രശ്നങ്ങൾ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാം ഗ്രൂപ്പിൽപ്പെട്ട ആളായിരിക്കും. ഒരു ഡിസോർഡർ ഓഫ് ഇമോഷൻ, നമ്മുടെ വികാരങ്ങളെ തന്നെ നമുക്ക് നിയന്ത്രിക്കുവാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽപ്പെട്ട വ്യക്തിയായിരിക്കും. അതായത് വീട്ടിൽ മാത്രമേ പ്രശ്നമുള്ളൂ. എങ്ങനെ? വീട്ടിൽ മാത്രമേ പ്രശ്നമുള്ളൂ. പുറത്ത് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഇല്ല. അപ്പം മിക്കവാറും തീർച്ചയായിട്ടും ഇതൊരു അബ്നോർമൽ എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ. നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കുമ്പോഴുണ്ടാകുന്ന നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അതിനു വേണ്ടിയുള്ള ദേഷ്യം വന്നു കഴിഞ്ഞാൽ കൺട്രോൾ എന്ത് ചെയ്യാതെ പറയാൻ പറ്റില്ല. കയ്യിൽ മൊബൈൽ ഉണ്ടോ, മൊബൈൽ എറിയും. ടി വി ഉണ്ട്, എന്താ ചെയ്യാപ്പോ ദേഷ്യം വന്നാല്. അപ്പം ആങ്കർ മാനേജ്മെൻറ്റ്, ഇപ്പോൾ ദേഷ്യം ഉണ്ടാകുന്നതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ, ആങ്കർ മാനേജ്മെൻറ്റ് ആണ് നമ്മൾ തീർച്ചയായിട്ടും സ്വായത്തമാക്കേണ്ടത്. എങ്ങനെ ശാസ്ത്രീയമായ ആങ്കർ അല്ലെങ്കിൽ നമുക്കുള്ള ദേഷ്യം മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം നമ്മുടെ ജീവിത ശൈലി അല്ലെങ്കിൽ ജീവിതം പഠിച്ച ശേഷം തന്നെ നമ്മളത് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. ആ വിധത്തിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. തീർച്ചയായിട്ടും വിളിച്ചതിന് നന്ദി. മൈൻഡ് വാഷ് തുടരുന്നു. ഡോക്ടർ, നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് കടന്നാലോ? എന്താണ് ട്രീറ്റ്മെന്റിന്റെ ആസ്പെക്ട്സ് ഓൾറെഡി ട്രീറ്റ്മെന്റിലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ കൂടുതൽ എംഫസൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഇന്നലേക്ക് കാണപ്പെടുന്നു. ഒരു പ്രശ്നമുള്ള വ്യക്തിയെ, മാനസിക അനാരോഗ്യമുള്ള ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ കുടുംബം പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എംഫസൈസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇത്രയും കൂടുതൽ തീവ്രമായി എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ പ്രശ്നം നോക്കുമ്പോൾ ഈ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടി, അതൊരു വില്ലൻ സ്വഭാവമുള്ള കുട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കുട്ടി അതിൻ്റെ ഒരു ബോയ് ഫ്രണ്ടിനെ വിളിച്ച ശേഷം അതിനെ ഇത് ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ബോയ് ഫ്രണ്ട് ഈ കുട്ടി അതിഭീകരമായി തുടർന്ന് 3-4 ദിവസം ഫോണിലൂടെ ത്രട്ട് ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും അബ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ അബ്യൂസ് ചെയ്ത് ഇത് തിരിച്ച് ഒരു വെർബൽ ഫൈറ്റായി, ഇതിൻ്റെ ഫ്രണ്ടിനെ വിളിച്ചത് ഫൈറ്റായി, അങ്ങനെ ക്ലാസ്സിൽ പഠിച്ച കുട്ടി. അങ്ങനൊരു കുട്ടിയുടെ ലോകത്ത് വളരെ വലുതാണെന്ന് തോന്നുന്നില്ലേക്കുള്ള ചില വെർബൽ ഫൈറ്റ്സുകൾ ഇഷ്ടംപോലെ നടന്നു. അങ്ങനെ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി ഇതിനെ കുറേ അസ്വസ്ഥത കൂടിയത്. അസ്വസ്ഥത കൂടിയപ്പോൾ ഇത് ഒരു ദിവസം എന്ത് ചെയ്തു, വീട്ടിൽ അച്ഛന് ലഭിച്ചിരുന്ന ഏതോ മദ്യക്കുപ്പിയുടെ അവശിഷ്ടമായിട്ട് കുറച്ചുണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു. പക്ഷെ അതെടുത്ത് കഴിച്ചപ്പോൾ വീട്ടുകാർക്കൊക്കെ തോന്നി ഇതൊരു ഭയങ്കര കുടിക്കുന്ന കുട്ടിയെ വീണ്ടും തീർന്നിരിക്കുന്നതാണ്. പിന്നെ സംഭവിച്ചത് ഒരു തീവ്ര മനോരോഗങ്ങൾക്ക് കൊടുക്കാനുള്ളൊരു ഗുളികയുണ്ട്. ആ ഗുളിക വീട്ടിലുണ്ടായിരുന്നു. ഇവൾക്ക് പലപ്പോഴും ഈ ടെൻഷൻ കാരണം ഉറക്കം നഷ്ടപ്പെട്ട അവസരത്തിൽ പല ദിവസങ്ങളിൽ ഈ ഗുളിക കഴിക്കാൻ തുടങ്ങി. ഗുളിക കഴിക്കുന്ന അവസരത്തിൽ സ്വഭാവം നഷ്ടപ്പെട്ട പോലെ ഒരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഓടി നടക്കുക, കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉറക്കം വീണ്ടും കുറച്ചുകൂടി നഷ്ടപ്പെടുക, ഈ അവസ്ഥയിലേക്ക് നീങ്ങി. അപ്പോൾ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അവയെ വ്യക്തമായി മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് വ്യക്തിത്വ വൈകല്യങ്ങളെ രക്ഷിതാക്കൾ ശ്രമിക്കാമെങ്കിൽ പലപ്പോഴും ഒരു പരിധിവരെ നമുക്കിതിനെ നിയന്ത്രിക്കുവാൻ തീർച്ചയായിട്ടും. ഒപ്പം തന്നെ ആരാണോ ചികിത്സിക്കുന്നത് അയാൾക്കും ചികിത്സയുടെ ഫലപ്രാപ്തി കൂട്ടുവാൻ വീട്ടുകാരുടെ മനസ്സിലാക്കൽ സഹായകരമാവും എന്ന് പറയാം. നമ്മുടെ ഈ കേസിൽ ഇഗ്നോറൻസ് ആണ് ഒരു ഫാക്ടർ നമുക്ക് തീർച്ചയായിട്ടും. കാരണം പലപ്പോഴും കുട്ടികളെ അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന മാനസിക പ്രശ്നമുള്ള വ്യക്തികളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുവാനും അവരുടെ കോൺഫിഡൻസ് വിൻ ചെയ്യുവാനും പലപ്പോഴും വീട്ടിലെ മറ്റംഗങ്ങൾ പരാജയപ്പെടുന്നു എന്നുള്ളതും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വഷളാക്കുന്നു എന്നതിൻ്റെ പ്രധാന കാരണമായി. തീർച്ചയായിട്ടും ഡോക്ടർ, നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.